വേദങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അറിവ് എന്നാണ്. വളരെ പുരാതനമായ ഈ ഗ്രന്ഥങ്ങൾ പ്രകൃതിയെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചുമുള്ള അറിവുകളാണ് നമുക്ക് നൽകുന്നത്. ആധുനിക കാലഘട്ടത്തിലും ഇതിന് വലിയ പ്രസക്തിയുണ്ട്. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന യോഗ, ധ്യാനം, ആയുർവേദം എന്നിവയെല്ലാം മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്നുണ്ട്. കൂടാതെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെയും ഇവ ഓർമ്മിപ്പിക്കുന്നു. ഋഗ്വേദം വേദങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം വരുന്നതും ഏറ്റവും വലുതുമായ വേദമാണ്. വേദങ്ങൾ എഴുതാനുള്ള പ്രധാന കാരണം അന്ന് നിലനിന്നിരുന്ന അറിവുകളെയും ആചാരങ്ങളെയും പ്രാർത്ഥനകളെയും തലമുറകളിലേക്ക് പകർന്നു നൽകുകയായിരുന്നു. ഇവ ആദ്യം എഴുതിവെക്കുകയല്ല ചെയ്തത്. ബ്രാഹ്മണർ അവ വായ്മൊഴിയായി പഠിച്ച് മനപ്പാടമാക്കി തലമുറകളിലേക്ക് കൈമാറുകയായിരുന്നു. പിൽക്കാലത്തു മാത്രമാണ് അവ താളിയോലകളിലും മറ്റും എഴുതിവെക്കാൻ തുടങ്ങിയത്. ഋഗ്വേദത്തിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത് പ്രകൃതിശക്തികളായ അഗ്നി, വരുണൻ, ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർക്കുള്ള പ്രാർത്ഥനകളും സ്തുതികളുമാണ്. ഋഗ്വേദത്തിൽ അഗ്നി, വരുണൻ, ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരെക്കുറിച്ച് പ്രതിപാദിക്കാൻ കാരണം അവരെല്ലാം പ്രകൃതിശക്തികളുടെ മൂർത്തീരൂപങ്ങളായിട്ടാണ് വേദങ്ങളിൽ കണക്കാക്കപ്പെടുന്നത്. ഓരോ ദേവനും ഓരോ പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അഗ്നി തീയുടെ ദേവനാണ്. മനുഷ്യരും ദേവന്മാരും തമ്മിലുള്ള ഒരു കണ്ണിയായി അഗ്നി പ്രവർത്തിക്കുന്നുവെന്നാണ് കരുതുന്നത്. യാഗങ്ങളിലും പൂജകളിലും അഗ്നിയെ സാക്ഷിയാക്കിയാണ് മന്ത്രങ്ങൾ ഉരുവിടുന്നത്. ഇന്ദ്രനാകട്ടെ മഴയുടെയും ഇടിമിന്നലിന്റെയും ദേവനാണ്. പ്രകൃതിയെ ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷിക്കുന്ന നായകനായിട്ടാണ് ഇന്ദ്രനെ ചിത്രീകരിച്ചിരിക്കുന്നത്. വരുണനാകട്ടെ പ്രപഞ്ചത്തിലെ ക്രമവും ധാർമ്മിക നിയമങ്ങളും പാലിക്കുന്നത് ഉറപ്പാക്കുന്നു. ഇവയെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ പുരാതനകാലത്തെ ആളുകൾ പ്രകൃതിയെയും അതിലെ ശക്തികളെയും എത്രത്തോളം ബഹുമാനിച്ചിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. വേദങ്ങളിൽ സൂര്യൻ പ്രകാശത്തിന്റെയും ചൂടിന്റെയും ജീവന്റെയും ഉറവിടമായി കണക്കാക്കപ്പെടുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും ഊർജ്ജവും കാഴ്ചയും നൽകുന്ന ദേവതയായിട്ടാണ് സൂര്യനെ വർണ്ണിക്കുന്നത്. സവിതാവ് എന്ന ദേവത ഉദയസൂര്യനെയാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹം പുതിയൊരു ദിവസത്തെ ഉണർവും സർഗാത്മകതയും നൽകുന്നു. മിത്രൻ എന്ന ദേവത സൗഹൃദത്തിന്റെയും കരാറുകളുടെയും ദേവനാണ്. സാമൂഹിക ബന്ധങ്ങളെ കാത്തുസൂക്ഷിക്കുന്നു. പ്രകൃതിശക്തികൾക്കപ്പുറം ദേവിമാരെക്കുറിച്ചും വേദങ്ങളിൽ പറയുന്നുണ്ട്. ഉഷസ് പ്രഭാതത്തിന്റെ ദേവിയാണ്. ഇരുട്ടിനെ അകറ്റി പുതിയ പ്രകാശം കൊണ്ടുവരുന്നു. അതിഥി എല്ലാ ദേവന്മാരുടെയും മാതാവായി കണക്കാക്കപ്പെടുന്നവളാണ്. അവൾ അനന്തതയുടെ പ്രതീകമാണ്. ഓരോ ദേവനും ദേവിയും പുരാതനകാലത്തെ ജീവിതത്തിന്റെ വ്യത്യസ്ത വശങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഋഗ്വേദത്തെക്കുറിച്ചൊരു സംഗ്രഹം നൽകാം. ഋഗ്വേദം വേദങ്ങളിൽ ആദ്യം വരുന്നതും ഏറ്റവും വലുതുമായ വേദമാണ്. ഇത് പുരാതനമായ അറിവുകളുടെയും പ്രകൃതിയെക്കുറിച്ചുള്ള ധാരണകളുടെയും വിവിധ ദേവന്മാരെക്കുറിച്ചുള്ള പ്രാർത്ഥനകളുടെയും സമാഹാരമാണ്. ഇവ ആദ്യം എഴുതിവെക്കുകയല്ല ചെയ്തത്. ബ്രാഹ്മണർ അവ വായ്മൊഴിയായി പഠിച്ച് തലമുറകളിലേക്ക് മനപാഠമാക്കി കൈമാറുകയായിരുന്നു. പിൽക്കാലത്താണ് ഇവ താളിയോലകളിൽ എഴുതിവെക്കാൻ തുടങ്ങിയത്. അഗ്നി, ഇന്ദ്രൻ, വരുണൻ, സൂര്യൻ തുടങ്ങിയ ദേവന്മാരാണ് ഇതിൽ പ്രധാനമായും പ്രതിപാദിക്കപ്പെടുന്നത്. ഓരോ ദേവനും പ്രകൃതിയിലെ ഓരോ പ്രത്യേക ശക്തിയെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഓരോ വേദത്തിനും അതിന്റേതായ ഉപവേദങ്ങളുണ്ട്. ഋഗ്വേദത്തിന്റെ ഉപവേദം ആയുർവേദമാണ്. അത് ആരോഗ്യത്തെയും വൈദ്യശാസ്ത്രത്തെയും കുറിച്ചാണ് പറയുന്നത്. സാമവേദത്തിന്റേത് ഗന്ധർവവേദമാണ്. അത് സംഗീതത്തെയും കലകളെയും കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. യജുർവേദത്തിന്റേത് ധനുർവേദമാണ്. അത് യുദ്ധകലകളെയും ധനുവിദ്യയെക്കുറിച്ചാണ്. അതുപോലെ അഥർവവേദത്തിന്റേത് സ്ഥാപത്യവേദമാണ്. അത് വാസ്തുവിദ്യയെയും എഞ്ചിനീയറിംഗിനെയും കുറിച്ചാണ്. വേദങ്ങളെക്കുറിച്ച് മൊത്തത്തിൽ പറയാനാണെങ്കിൽ അവ കേവലം പുസ്തകങ്ങൾ മാത്രമല്ല, തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു മഹത്തായ ജ്ഞാനസാഗരമാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, ധാർമ്മികതയിലും ആരോഗ്യത്തിലും പ്രകൃതി സ്നേഹത്തിലും ഇവ നമുക്ക് വലിയ വെളിച്ചം നൽകുന്നു. വേദങ്ങളുടെ തത്വചിന്ത വളരെ ആഴമേറിയതും വിശാലവുമാണ്. പ്രധാനമായും പല ദേവന്മാരെക്കുറിച്ചു പറയുന്നുണ്ടെങ്കിലും വേദങ്ങൾ പറയുന്നത് ഏകം സത്യം, അതായത് സത്യം ഒന്നേയുള്ളൂ. അതിനെ ജ്ഞാനികൾ പല പേരുകളിൽ വിളിക്കുന്നു എന്നാണ്. ഇതുകൂടാതെ പ്രപഞ്ചത്തിന്റെ ക്രമത്തെയും ധാർമ്മിക നിയമങ്ങളെയും കുറിച്ചുള്ള ഋത എന്ന സങ്കല്പവും വളരെ പ്രധാനമാണ്. മനുഷ്യന്റെ ആത്മാവ്, അതായത് ആത്മാ, സാർവത്രികമായ ശക്തിയായ ബ്രഹ്മന്റെ ഭാഗമാണെന്നും മോക്ഷം പ്രാപിക്കുക എന്നതാണ് ജീവിതത്തിന്റെ പരമലക്ഷ്യം എന്നും വേദങ്ങൾ പഠിപ്പിക്കുന്നു. വേദങ്ങൾ പറയുന്ന ആ ഒരു സത്യം അതാണ്. അതിനെയാണ് ബ്രഹ്മ എന്ന് വിളിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ആദിമവും അന്തവുമായ കാരണമായ രൂപമില്ലാത്തതും അനന്തവും ശാശ്വതവുമായ ശക്തിയാണത്. നമ്മളുടെ ഉള്ളിലുള്ള ആത്മാവ്, അതായത് ആത്മാ, ഈ പരമസത്യമായ ബ്രഹ്മന്റെ ഭാഗമാണെന്നും ഈ അറിവ് നേടുമ്പോഴാണ് മോക്ഷം പ്രാപിക്കുന്നതെന്നും വേദങ്ങൾ പഠിപ്പിക്കുന്നു. ഈ അറിവ് നേടുക എന്നത് ഒരാത്മീയ യാത്രയാണ്. അതിനായി വേദങ്ങൾ ചില മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. പ്രധാനമായും ജ്ഞാനം, ഭക്തി, കർമ്മം എന്നിവയിലൂടെയാണ് ഈ സത്യത്തിലേക്കെത്തുന്നത് എന്ന് കരുതുന്നത്. ജ്ഞാനത്തിലൂടെ പരമസത്യത്തെക്കുറിച്ചുള്ള അറിവ് നേടാനും ഭക്തിയിലൂടെ ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും നിഷ്കാമ കർമ്മത്തിലൂടെ പ്രവർത്തികൾ വഴി ഉള്ളം ശുദ്ധീകരിക്കാനും സാധിക്കും. കൂടുതൽ ലളിതമായി പറയുകയാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യവും ദൈവത്തോട് പ്രകടിപ്പിക്കുന്ന സ്നേഹവും അതുപോലെ തന്നെ ലഭിക്കുന്ന അറിവുമെല്ലാം നമ്മളെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവിലേക്ക് അടുപ്പിക്കുന്നു. ഈ അറിവ് നേടുമ്പോൾ ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ സാധിക്കും.
വേദങ്ങൾ പറഞ്ഞിരിക്കുന്നതുപോലെ സത്യം ഒന്നേയുള്ളൂ, അതിലേക്കെത്താൻ പല വഴികളുണ്ടെന്നാണ്. അതുകൊണ്ട് വേദങ്ങൾ അറിഞ്ഞു പഠിച്ചാൽ മാത്രമേ ആ സത്യം മനസ്സിലാക്കാൻ പറ്റൂ എന്നില്ല. കാരുണ്യം, സ്നേഹം, സത്യസന്ധത എന്നിവയിലൂടെയും സ്വയം അറിയാനുള്ള ശ്രമങ്ങളിലൂടെയും പലരും ആ സത്യം തിരിച്ചറിയാറുണ്ട്. വേദങ്ങൾ ഒരു വഴികാട്ടിയാണ്, പക്ഷെ ലക്ഷ്യത്തിലെത്താനുള്ള ഏക മാർഗം അതല്ല. ആത്മാവിന് ശാന്തിയും മോക്ഷവും ലഭിക്കാൻ വേദങ്ങൾ നിർദ്ദേശിക്കുന്നത് ധാർമ്മികമായ ജീവിതം നയിക്കുക എന്നതാണ്. ഇതിനായി സത്യസന്ധത, കാരുണ്യം, അഹിംസ എന്നിവ പാലിക്കേണ്ടതുണ്ട്. കൂടാതെ നിഷ്കാമകർമ്മം, അതായത് യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ കർമ്മങ്ങൾ ചെയ്യുകയും ദൈവത്തോടുള്ള ഭക്തിയും ജ്ഞാനം നേടാനുള്ള ശ്രമങ്ങളും പ്രധാനമാണ്. ചുരുക്കത്തിൽ സ്വന്തത്തെ അറിയാനും ധർമ്മം പാലിക്കാനുമാണ് ശ്രദ്ധിക്കേണ്ടത്.